മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് പീക്ക് ലെവൽ മാർക്കറ്റിംഗ്. എന്താണെന്നല്ലേ ബാ പറഞ്ഞുതരാം. ഇപ്പൊ ഫിഫ വേൾഡ് കപ്പ് നടക്കുകയാണ്. അപ്പൊ അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലും 16 സ്റ്റേഡിയങ്ങളിലാണ് ഫിഫ വേൾഡ് കപ്പിന്റെ മാച്ചസ് നടക്കുന്നത്. ഫിഫയുടെ ഒഫീഷ്യൽ അഡ്വർടൈസിംഗ് റൂൾസ് പ്രകാരം ഫിഫ വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്പോൺസേഴ്സിന് മാത്രമാണ് സ്റ്റേഡിയങ്ങളിൽ തങ്ങളുടെ പരസ്യം പ്രദർശിപ്പിക്കാൻ അനുമതിയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ തീർത്തും ന്യായമായ റൂൾ തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാന്റാ ക്ലാര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കാലിഫോർണിയയിൽ. ഇവിടുത്തെ സ്റ്റേഡിയത്തിന്റെ പേര് തന്നെ ലിവൈസ് സ്റ്റേഡിയം എന്നാണ്. നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡ് ലിവൈസ് തന്നെ 2013 ഈ സ്റ്റേഡിയത്തിന് നെയിമിംഗ് റൈറ്റ്സ് ലിവൈസ് വാങ്ങിച്ചെടുക്കുമായിരുന്നു. പക്ഷെ ലിവൈസ് ഫിഫയുടെ ഒഫീഷ്യൽ പാർട്ണർ അല്ല. അതുകൊണ്ട് നിയമപ്രകാരം തന്നെ ലിവൈസിൻ്റെതായ ഒരു തരത്തിലെ ബ്രാൻഡിങ്ങും ആ സ്റ്റേഡിയത്തിൽ പാടില്ല എന്നാണ്. അപ്പോൾ ഫിഫ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ സ്റ്റേഡിയത്തിന്റെ പേര് തന്നെ സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ സ്റ്റേഡിയം ആക്കി മാറ്റിയിട്ട് ലിവൈസ് സ്റ്റേഡിയം എഴുതിയ ബോർഡിലെ ലിവൈസിന്റെ ലോഗോ അങ്ങനെ അങ്ങോട്ട് മറച്ചു വെക്കുകയോ ചെയ്തു. പൊന്നും വില കൊടുത്ത് വാങ്ങിച്ച ഈ നെയിമിംഗ് റൈറ്റ്സ് വേൾഡ് കപ്പ് പോലത്തെ ഇവന്റിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചില്ലറ നഷ്ടമല്ല ലിവൈസ് ഉണ്ടാക്കി കൊടുത്തേക്കണം. അപ്പൊ ലിവൈസ് എന്താ ചെയ്തെന്ന് വെച്ചാൽ തങ്ങളുടെ ലോഗോ മറക്കപ്പെട്ടപ്പോഴും ആ ഐക്കോണിക് ആയ ലിവൈസിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ലിവൈസ് ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ കാണുന്ന ഒരാൾക്ക് അത് ലിവൈസ് തന്നെയാണെന്ന് ഒറ്റ നോട്ടം തന്നെ മനസ്സിലാവും. ഇതിനു പുറമെ ഈ മറക്കപ്പെട്ട ലോഗോന്റെ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാം പോലത്തെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഡിസ്പ്ലേ പിക്ചർ ആക്കി വെച്ചു. ഇതും പോരാണ്ട് തങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോറുകളിൽ അവരുടെ ആ ലോഗോ വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിൽ ലോഗോ എങ്ങനെയാണോ മറക്കപ്പെട്ടത് അതുപോലെ തന്നെ മറക്കപ്പെട്ട് വെച്ചു. ഇതോടെ ലിവൈസ് ചർച്ചാ വിഷയമായി. ഈ ഒരു മാർക്കറ്റിംഗ് തിരിച്ചടി ലിവൈസ് നമ്മുടെ നേട്ടമാക്കി മാറ്റി. ₹1 പോലും ചെലവില്ലാതെ ലോകം മൊത്തം ബ്രോഡ്കാസ്റ്റുള്ള ലോകകപ്പിൽ തങ്ങളുടെ അഡ്വർടൈസിങ് അവർ ഒളിപ്പിച്ച് കയറ്റി. എന്നാൽ നിയമം ലംഘിച്ചിട്ടുണ്ടോ? അതുമില്ല. അപ്പൊ പറ, ഈ നിയമം കൊണ്ട് യഥാർത്ഥത്തിൽ ഉപകാരമായ ആർക്കാ? ഫിഫയ്ക്കാണോ അതോ ലിവൈസിനാണോ?